നമ്മുടെ പോലീസ് സ്റ്റോറീസ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പലപ്പോഴും ഓഡിയൻസിലേക്ക് കണക്റ്റ് ആവുന്നത് അതിൻ്റെ ഒരു ഇമോഷണൽ എലമെൻ്റ് കൂടി ആളുകളിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷേ മെമ്മറീസ് എടുക്കുന്നു. അപ്പോൾ അയാൾക്കൊരു ഭയങ്കര വിഷമമുള്ളൊരു പാസ്റ്റ് ഉണ്ട്, വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു ഭൂതകാലമുണ്ട്. ഈവൻ വില്ലൻ്റെ ബാക്ക് സ്റ്റോറിക്ക് പോലും അയാൾക്ക് അയാളുടേതായ വിഷമങ്ങളുണ്ട്. ഇതുമായിട്ട് ഓഡിയൻസ് പെട്ടെന്ന് കണക്ട് ആകുമ്പോഴാണ് ആ സിനിമയുമായിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ അത്രയും ഉദ്യോഗജനകമാവുന്നത്. കേസ് ഡയറിയുടെ അവസ്ഥ എങ്ങനെയാണ്, സ്പോയിലേഴ്സ് ഇല്ലാതെ പറയുകയാണെങ്കിൽ? കേസ് ഡയറി ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വന്നിട്ട് അതാ പറഞ്ഞ അദ്ദേഹം ഒരു സെന്റിമെന്റ്സൽ ഒരു പരിപാടിയാണ്. സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന്റെ ഒരു സംഭവത്തിലാണ് ക്രിസ്റ്റി സാം എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നത്. അത് നമ്മൾ മെമ്മറീസോ മറ്റു പടങ്ങളായിട്ട് ഒരു പടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു സിനിമയിൽ. ഈ സിനിമ കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമ കേസ് ഡയറിയാണ്. ഇതിന്റെ എലമെന്റും കാര്യങ്ങളും അത് വേറെ റൂട്ടിലാണ് പോകുന്നത്. മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അത് വേറെ റൂട്ടുകളാണ് എല്ലാ സിനിമകളും അല്ലെ. ഇവനെല്ലാം നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലാവരും. ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും പി സുകുമാർ സാറ് ഇത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് കൂടുതൽ ഫൈറ്റ് കാര്യങ്ങൾക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. പുള്ളി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നെ ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ഞാൻ ഫസ്റ്റ് നിൽക്കുമ്പോൾ എന്നോട് രാഷ്ട്രീയ ഇങ്ങനെ വന്നു ഇതാണ് ലുക്ക് ഇത്. കാരണം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. നമുക്കൊരു ഗുരുതുല്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ ചെല്ലുമ്പോൾ ഗുരുക്കന്മാരുണ്ടാവില്ല. ഒരു ഗുരു മാത്രമല്ലല്ലോ അല്ലെ. നമുക്ക് പറയുന്ന നമ്മുടെ ഓരോ സിനിമ അഭിനയിക്കുന്ന ഡയറക്ടർ ആണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും ഗുരുക്കന്മാരാണ്. നമ്മളിപ്പോ കുഞ്ഞുനാളിലൂടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ഗുരു ഉണ്ടാകും. അത് സെക്കൻഡ് ക്ലാസ് അടുത്തടുത്തിട്ട് ഗുരുക്കന്മാരിങ്ങനെ വന്നു. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ടിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ആണ് നമ്മളിങ്ങനെ ഇത് സംഭവം ചെയ്തത്. ഇതിന് ഏറ്റവും വലിയ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് പ്രൊഡ്യൂസറാണ് ഏറ്റവും വലുത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ ആയത്. കെ അബ്ദുൽ നാസർ സാറാണ്, ജെൻസി പ്രൊഡക്ഷൻസ് ആണ് എൻ്റെ 4ാമത്തെ സിനിമയാണ്. കാരണം അദ്ദേഹം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് വഴിയൊരുക്കി തന്ന വഴികളിൽ ഞാൻ സഞ്ചരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഗോകുൽജിയുടെ കൂടെ ഞാൻ 2ാമത്തെ സിനിമ ഞങ്ങൾ ഒരുമിച്ച് ബെസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ പറയാം മറ്റു പടങ്ങളിൽ നമ്മൾ ഒരു പടവും കമ്പയർ ചെയ്യാൻ പറ്റും. മമ്മൂക്ക ചെയ്ത പടങ്ങൾ ഇൻസ്പെക്ടർ ആവുന്ന അതൊക്കെ വേറെ വേറെ വിജയമാണ്. അത് വേറെ ലെവല്. സുരേഷ് ഗോപി സാറ് ചെയ്ത് വെച്ച പോലീസ് വേഷങ്ങൾ, ലാലേട്ടൻ ചെയ്ത വേഷങ്ങൾ ഒക്കെ വേറെ. നമ്മൾ പുതിയതായിട്ട് ടൊവിനോ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് എല്ലാവരും, ദിലീപേട്ടനൊക്കെ എല്ലാവരും പോലീസ് വേഷങ്ങൾ. അപ്പൊ അവരുടെ സ്റ്റൈലുകളിൽ അവർ ചെയ്തു. ഞാൻ എന്റെ സ്റ്റൈലിലൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില് ഒരു കുറെ സെന്റിമെന്റ്സ് സംഭവം ഉണ്ട്. അതിന് വേണ്ടിയാണ് ഇയാൾ വന്നേക്കുന്നത്. അതാണ് പറയാൻ പറ്റത്തില്ലടാ. കുറെ കാര്യങ്ങൾ ഇണചേർന്ന് വന്നിട്ടുള്ള ഒരു ത്രില്ലറിനൊക്കെ ആളുകൾ ഇപ്പൊ റേറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിലേക്ക് നോക്കാൻ തോന്നരുത്. തിയേറ്ററിലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പൊ അത് ആദ്യം തൊട്ട് ഇങ്ങനെ ത്രില്ല് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അത് സാധ്യമാവുള്ളൂ. ഇപ്പൊ ഇടയ്ക്കെങ്കിലും ഒരു പാട്ട് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നേരെ ഫോണിലേക്ക് പോവുകയും പിന്നെ അവിടെ ഇരുന്ന് റീലുകൾ കാണുന്ന ആളുകൾ വരുന്നുണ്ട് തിയേറ്ററിനകത്ത്. കേസ് ഡയറിയുടെ അവസ്ഥ എങ്ങനെയാ ആ വിധത്തെ നോക്കുകയാണെങ്കിൽ? കേസ് ഡയറിയുടേത് ഞാൻ ഫുൾ പടം കണ്ടിട്ടില്ല. പിന്നെ ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ പ്രേക്ഷകരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആദ്യത്തെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇപ്പോ എല്ലാരും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്തത് എന്താ വരാൻ പോകുന്നത് വരെ ചിലർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇന്നിപ്പോ ഒരു സിനിമ ഇറങ്ങിയ ഒരു 2 മണിക്കൂറിന് ശേഷം അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആവും. പക്ഷെ ഈ ഒരു സിനിമ ഞാൻ തന്നെ ഫുള്ളായിട്ട് എന്താ പറയാ അഷ്കർക്കാട് റോളുടെ ടൈമിലൊന്നും ഞാൻ ഇല്ല. കോമ്പിനേഷൻ ഞങ്ങൾ പക്ഷെ ഫസ്റ്റ് ആ ഒരു ഇതില് ഫസ്റ്റ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ കോമ്പിനേഷൻ ഉള്ളത്. പക്ഷെ അത് സെക്കൻഡിലുണ്ട്. പക്ഷെ അത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ കൂടുതലും എന്താ പറയാ ഈ ഒരു കോളേജ് കാലഘട്ടം അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഇതില് ഫുൾ ടൈറ്റ് ആയിട്ട് പോകുന്നതാണോന്ന് ചോദിക്കാം. കുറ്റാന്വേഷണം മാത്രം സോങ് ഉണ്ട്, റൊമാൻസ് പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയാണ്. നമ്മളോ അല്ലെ നമ്മളല്ലാതെ ഫുള്ള് കുറ്റാന്വേഷണം മാത്രമല്ല, ഇത് കുറെ എലമെന്റുകൾ ചേർത്തിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറ്റാന്വേഷണം മാത്രം വിജയിപ്പിച്ച ഒരുപാട് പടം ഏറ്റവും കൂടുതൽ മമ്മൂക്കായിരിക്കും. പാട്ടില്ല, പരിപാടികളൊന്നും പാക്ക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സെന്റിമെന്റ്സും നല്ല ഇമോഷൻസ്, പ്രണയം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സിനിമയുടെ ഒരു ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. എല്ലാം കൂടി ഉണ്ടാവുമല്ലോ നമ്മുടെ സിനിമകളിൽ. പാട്ടുണ്ടാവും, റൊമാൻസ് ഉണ്ടാവും, അമ്മയോടുള്ളതുണ്ടാവും, അങ്ങനെയുള്ള ഫ്ലവേഴ്സും സിനിമയിലുണ്ട്. അല്ലാതെ പ്യുവർലി ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലല്ല.
മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറ്റാന്വേഷണ സിനിമ അല്ലെ ഏറ്റവും സ്വാധീനിച്ച കുറ്റാന്വേഷണ സിനിമ ഏതാ? കുറ്റാന്വേഷണ പടങ്ങളിൽ ഓരോ തരത്തിലാണ് കണക്ട് ആവുന്നത്. ഓരോ സ്റ്റൈലിൽ ഇപ്പൊ ദൃശ്യം നമുക്ക് കുറച്ച് ഇമോഷണലി കണക്ട് ആവും. അയ്യോ നമുക്ക് സ്വന്തം വീടിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒരു പരിപാടി നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ഇപ്പൊ ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെ എന്നെ പേഴ്സണലി എന്നെ ത്രില്ലടിപ്പിച്ചിരുന്നത് ഇദ്ദേഹം എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഡിറ്റക്റ്റീവ് രണ്ടും ഇങ്ങനത്തെ പടങ്ങളാണെങ്കിലും രണ്ട് സിനിമയിലും ഇമോഷൻസ് വേറെയാണ്. ഒരെണ്ണത്തിൽ ഭയങ്കര ഇയാൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, മറ്റൊരു നമുക്ക് അയ്യോ എങ്ങനെയെങ്കിലും ഇയാളൊന്ന് ഊരിക്കൊണ്ട് പോന്നാൽ മതിയായിരുന്നു ദൃശ്യം കാണുമ്പോ. അപ്പൊ അങ്ങനെയാണ് ദൃശ്യം ഒരു കുറ്റാന്വേഷണ സിനിമയല്ല. ഇപ്പൊ CBI ഡയറക്കുറിപ്പിന്റെ ആദ്യത്തെ അത് കാണുമ്പോ കൊള്ളാലെ. അത് ആ സിനിമ എനിക്ക് ഇമോഷണലിനേക്കാളും കൂടുതൽ കണക്ട് ആയത് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറും അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ് ത്രില്ലടിപ്പിച്ചത്. വേറെ സിനിമകളിൽ ഇമോഷനാണ്, വേറെ ഇമോഷൻ, അതായത് ഫാമിലി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ. ഇതിനകത്ത് ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാ പറയാം. ഒരു ചോയ്സ് പറയാൻ എളുപ്പമല്ല. ആഷ്കറിന് ഏതാണ്? ഞാൻ ഫസ്റ്റ് കണ്ട ജാഗ്രതയാണ്. ജാഗ്രത സ്റ്റാർട്ട് ചെയ്തത് എസ് സ്വാമി സാറും അവര് സ്റ്റാർട്ട് ചെയ്ത് ജാഗ്രത എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. CBI അങ്ങനെയല്ലേ പോയി. അതാ പറഞ്ഞത്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാം ഒരു പല സ്റ്റൈലല്ലേ. ഇപ്പൊ CBIയില് അദ്ദേഹത്തിന് ജോലിയോടെ കമ്മിറ്റ്മെന്റ് അല്ലേ, ഇത് കണ്ടെത്തി ബ്രില്യൻസ് തെളിയിക്കണം, അതാണ് അതില്. ജാഗ്രത എല്ലാം അങ്ങനെ തന്നെ. ചിന്താമണി കൊലക്കേസും ഇത് പറഞ്ഞ പോലെ അങ്ങനെ കുറ്റാന്വേഷണം. എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ചെയ്ത ഒരു 5-ാം മതില് അല്ലല്ലേ, ഇപ്പൊ ഒരു അത് വേറെ കൊലപാതകം. അതിനു മുമ്പ് നമ്മുടെ ഷറഫുദ്ദീൻ നെഗറ്റീവ് റോൾ ചെയ്ത് അത് വേറെ നല്ല രീതിയിലാണ് നമ്മുടെ സിനിമ. അത് സെന്റിമെന്റ്സ്, ഇത് കണ്ടെത്തണം, പിന്നാർക്ക് കണ്ടെത്തിക്കണോ, പോലീസ് ഓഫീസറുടെ കുറെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന സിനിമകളുണ്ട്. അവർക്ക് ഇത് കണ്ടെത്തിയാൽ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മേലുദ്യോഗസ്ഥൻ അവരെ കൊല വിളിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളുണ്ട്, സിനിമകളുണ്ട്. ഏത് പടത്തിന്റെ പേര് പറയും? കേസ് ഡയറിയുടെ കാര്യം പറയണം. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇല്ല, ഇവര് പറഞ്ഞ ഉത്തരം തന്നെയായിരിക്കും എനിക്ക് ഉണ്ടാവുക. ഓരോ മൂവിക്കും ഓരോ ഇമോഷൻസ് അല്ലേ. അപ്പം നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ് പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളൊരു സിനിമ കാണുമ്പോൾ ഫുൾ നമ്മളത് ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് ഫുൾ അർപ്പിച്ച് കാണും. എനിക്ക് ചില നേരം ചില വില്ലന്മാരൊക്കെ ഇവനൊക്കെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയും ആഴത്തിൽ ഇറങ്ങി സിനിമ കാണുന്ന ഒരാളാണ്. ലാസ്റ്റ് ഇവനെ മറ്റേ പൊട്ടി ബോംബിട്ടത് അവനത് തന്നെ വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അവൻ കേൾക്കണ്ട. അല്ല, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മൾ പ്രേക്ഷകർ എങ്ങനെയാണ്, നമ്മൾ ഇൻവോൾവ് ആയി പോലും, നമ്മൾ അതിലേക്ക് മുഴുകി പോലും. ഇപ്പൊ മമ്മൂക്കയുടെ പടങ്ങളാണെങ്കിലും നമ്മൾ ഞാൻ ഇരുന്ന് കരയും, ഞാൻ തിയേറ്ററിൽ നിന്നാണ് കരയും. നമുക്ക് ഇമോഷൻസ് വരണം, അതിനല്ലേ ഓരോരുത്തർ ഇത് ചെയ്യുന്നത്. സിനിമ ഏത് മമ്മൂക്ക പ്രകടനം കണ്ട കുറെ കരഞ്ഞത്? വാത്സല്യം. അത് തിയേറ്ററിലാണോ കണ്ടത്? അന്ന് ഞാൻ TV-യിലാണ്. വാത്സല്യം കുഞ്ഞായിരുന്നു. സുഹൃതം കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ പടം അമരമൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും കൂടെ പോയി കണ്ടത്. പുള്ളിയുടെ കാര്യം സൂര്യമാനസം, എൻ്റെ അതായത് മമ്മൂക്കയുടെ ഉമ്മായും പാപ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടു സൂര്യമാനസം. ഇത് നമ്മുടെ കരയേണ്ട പടങ്ങൾ കരയില്ല. ആരുടെ പടം എത്ര സമയം കണ്ടു, അത് കുറെ പടങ്ങൾ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. മറ്റേ കുട്ടിയെ ദത്തെടുക്കുന്ന പടമില്ലേ, ദശരഥം മൂവി കണ്ടിട്ട് കരഞ്ഞു. നമ്മളെല്ലാ സിനിമ ചിരിക്കാൻ, രാജമാണിക്യം കണ്ട് ഞാനും ദുൽഖറും കൂടെ ഒരുമിച്ച് പോയി കണ്ട്. ദുൽഖറിന് പൊരിഞ്ഞ് ചിരി, ഞാനും ഇരുന്ന് ഞാൻ എത്ര പ്രാവശ്യം കണ്ടു. നമ്മൾ അതെ, കഥ പറയുമ്പോൾ കാണുന്ന സമയത്ത് മമ്മൂക്കയുടെ അവസാനത്തെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ആ സ്റ്റേജിൽ നിന്നും കഥ പറയുമ്പോ അത് എല്ലാവർക്കും ഓരോ മൂവിക്ക് ഓരോ ഇമോഷൻസ് ആണ്.